വേറെ വരിക. ഞാൻ എന്താ പറയാ, കുളത്തിന്റെ ഒരറ്റത്ത് കിണറുണ്ടെത്തിയാണ്. ഈ കാറിൻ്റെ കവേർഡായിട്ട് ഒരേ കാര്യം പുറത്തുനിന്ന് എന്തെങ്കിലും ആക്സറീസ് കിട്ടിയാണ് ഈ ഇലക്ട്രിക്കൽ പാർട്സ് കട്ട് അത് വാങ്ങി. പിന്നെ എഞ്ചിൻ മറ്റേ ചിലപ്പോൾ എഞ്ചിൻ കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ഇത് സാർ നമ്മൾ അയച്ചു തരാം. അതാണ് നമ്മുടെ ടി പി. പിന്നെ സാറിന് സോഫ്റ്റ് കോപ്പി അയച്ചിട്ടില്ല. അതാണ് ഇതാണ് ടി പി. ഇതാണ് ടി പിൻ്റെ നമ്മൾ ടാക്സ് ടോക്കൺ ഇത് ടാക്സ് ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. ഇതൊക്കെ ഞാനിപ്പോൾ സാറിന് കോപ്പി തരും. ഹലോ, ആ ഏജന്റ് നമ്പർ വാട്സപ്പ് ചെയ്യണം. വണ്ടി നമ്പർ എടുക്കാൻ പറഞ്ഞു. നമുക്ക് ആക്ടിവേഷൻ മാത്രമേ ഉണ്ടാവും. എനിക്ക് അതിൽ സ്കാനറുണ്ട്. അത് വെച്ച് സാറിന് സ്കാൻ ചെയ്യും. സ്കാൻ അതിൽ സ്കാൻ ചെയ്തിട്ട് റീചാർജ് ചെയ്യാം. 200 പെർസെൻ്റ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് 200 ഗൂഗിൾ പേ വഴി ചെയ്യാം. നമ്പർ കിട്ടുമ്പോൾ ഇതിപ്പം എഞ്ചിൻ നമ്പർ അല്ലേ, സാറിൻ്റെ മൊബൈൽ നമ്പറും സാറിൻ്റെ പിൻ നമ്പർ വെച്ചിട്ടാണ് ചെയ്യാം. നമ്പർ കിട്ടുമ്പോൾ അതിലേക്ക് ലിങ്ക് അയച്ചിട്ട് അതിൽ സാറിന് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ക്യാഷ് കൊടുക്കാം? അല്ല, ക്യാഷ് കൊടുക്കണ്ട. അല്ലാതെ സാറിന് അതിന് അത് കഴിഞ്ഞിട്ട് ബാങ്കിനകത്ത് വെച്ചാൽ മതി. സാറിന് നമുക്ക് ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് മാത്രമേ വരുള്ളൂ അല്ലേ? നമ്പർ പ്ലേറ്റ് ഒന്ന് അയച്ചു. ഇവിടെ കൊടുത്തേക്ക് ഇമെയിൽ അല്ലേ? ഇവിടെ അല്ലേ? ഇത് സാറിൻ്റെ RC-ൻ്റെതാണ്. സാറിൻ്റെ RC ഇവിടെ കൊടുത്ത അഡ്രസ്സിൽ പോസ്റ്റ് വഴിയാണ് വരിക. നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 45-60 ഡേയ്സ് ആണ് പറയുന്നത്. ഇതൊരു നോർമൽ ഡേയ്സ് ആണ്. ഇതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. സാറിന് RC ഇവിടെ കൊടുത്ത അഡ്രസ്സിൽ പോസ്റ്റ് വഴിയാണ് വരിക. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് വരുന്നത്. ഇവിടെ സാറിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡെലിവറി ടൈം വരെയുള്ള സർവീസ് ഫീഡ്ബാക്കാണ്. ഇതിൽ സാർ ഓരോ ക്വസ്റ്റ്യനും 10-ലാണ് മാർക്ക് ചെയ്യേണ്ടത്. കൂടാണ്ട് യെസ് പറഞ്ഞാൽ വരുന്നിടത്ത് ഏതാണ് അതിനെ ടിക്കും ചെയ്യും. സാറിൻ്റെ കേസ് വിധിതല്ലേ, അപ്പോൾ ഇവിടെ സാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ സാറ് മാർക്ക് വെച്ചിട്ട് സാറിന് 3rd ഡേ കോള് വരും. ഇവിടുന്ന് അപ്പം ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ സാറൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യും. Oh.
Italian Gymkhana.